ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത ആദർശ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾക്ക് സാഹിത്യോത്സവ സന്തോഷ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. 1800കളിൽ ക്രിസ്ത്യൻ സഭകൾക്കെതിരെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന തലക്കെട്ടിൽ ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഉപോൽപ്പന്നമായ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇന്ന് സ്വാതന്ത്ര്യത്തിൽ നിന്നും സർവ്വതല സ്വാതന്ത്ര്യത്തിലേക്കും പിന്നീട് ഇസ്ലാമോഫോബിയയിലേക്കും വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ലിബറലിസം ചതിക്കുഴികളും പ്രതിരോധങ്ങളും എന്ന കാലിക പ്രസക്തമായ വിഷയത്തിൽ നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യൻ്റെ വിവേകബുദ്ധിയെക്കുറിച്ച്. എന്നാൽ സർവതല സ്വാതന്ത്ര്യം എന്ന പേരിൽ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് നാസ്തികത പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് ലിബറലിസത്തിൻ്റെ ചതിക്കുഴികൾ? അതിൽ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് അമിത വ്യക്തി സ്വാതന്ത്ര്യമാണ്. ശരിയും തെറ്റും നിർവചിക്കാൻ കഴിയാത്തിടത്ത് നാസ്തികത പരാജയപ്പെട്ടു പോകുന്നു. ഇങ്ങനെ നിർവചിച്ചില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത്? ആർക്കും എന്തും ചെയ്യാം. ഒരാൾക്ക് മറ്റൊരു പെണ്ണിനെ വ്യഭിചരിക്കണമെന്ന് തോന്നിയാൽ വ്യഭിചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലിബറലിസം കൊടുക്കുന്നു. നമുക്കറിയാം ഡേവിഡ് ബ്ലങ്കൻഹോണിൻ്റെ ഫാദർലെസ് അമേരിക്ക ലോകത്തിലെ തന്നെ ബെസ്റ്റ് സെല്ലറായത് ഇത്തരം ജാരസന്തതികളുടെ പിറവി കൊണ്ടാണ്. ഇത്തരം ജാരസന്തതികൾ എങ്ങനെയാണ് പിറവിയെടുക്കുന്നത്? അത് നാസ്തികതയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സ്വവർഗരതി അധികരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആർക്കും ആരെയും കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ സാമൂഹ്യ നിലപാടിന് ഒരു വിലയുമില്ലാതാകുന്നത്? എന്തുകൊണ്ടാണ് നാട്ടിൽ ആത്മഹത്യ വർദ്ധിക്കുന്നത്? നമുക്കറിയാം നാസ്തികതയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഫ്രാൻസിൽ ആത്മഹത്യാ നിരക്ക് 20%. അത് വ്യത്യസ്തമല്ല മറ്റു നാസ്തികതയെ പുലരുന്ന രാജ്യങ്ങളിൽ. ഈയിടെ നമ്മൾ കണ്ട ഒരു വാർത്തയാണ് റഷ്യയിൽ ഗേ സെക്സ് നിരോധിച്ചു എന്നത്. എന്തുകൊണ്ടാണ് റഷ്യ പോലത്തെ ഒരു വികസിത അല്ലെങ്കിൽ വികസനോന്മുഖ രാജ്യം ഇത്തരം പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നത്? അത് ഇതുകൊണ്ട് നാസ്തികത കൊണ്ട് ഉപദ്രവമല്ലാതെ ഉപകാരമൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ്. എന്താണ് നാസ്തികത കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന വിപത്തുകൾ? കുടുംബത്തിൻ്റെ അടിത്തറ തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് നാസ്തിക ഓഫർ ചെയ്യുന്നത്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അവന് എന്തുമാകാമെന്ന നിലപാട് നാസ്തികത സ്വീകരിക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 2022 പഠനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ലോകത്തൊരു പുതിയ രോഗം വരുന്നു എന്നാണ്. ജെൻഡർ ഇക്വാലിറ്റി പ്രഖ്യാപിച്ച് അതിനുവേണ്ടി പോരാടുന്ന ലിബറലിസ്റ്റുകളോട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്നത് എന്താണ്? ലോകത്തൊരു പുതിയ രോഗം വരുന്നു. അതിൻ്റെ പേരെന്താണ്? ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ്. ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വന്തം ജെൻഡർ തീരുമാനിക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ആരാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്? അമേരിക്കൻ കൗൺസിൽ ഫോർ സൈക്കോളജി. ആരാണ് അട്ടിമറിച്ചത്? അത് ലിബറലിസ്റ്റുകളാണ്. ഇത്തരം നാസ്തികരുടെ മറ്റൊരു ഭവിഷ്യത്താണ് സാമ്പത്തിക അസമത്വമുള്ളത്. സാമ്പത്തിക അസമത്വം എന്നുള്ളത് എന്താണ്? സാമ്പത്തിക അസമത്വത്തിൻ്റെ റിസൾട്ട് ലോകത്തെ 38% സമ്പത്ത് ിരിക്കുന്നത് 1% വരുന്ന ആരുകളിലാണ്. ലിബറലിസം ഓഫർ ചെയ്യുന്ന ഫ്രീ ട്രേഡ് എന്ന ഒരു ഐഡിയ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ലോകത്ത് നടന്നിട്ടുള്ളത്. എന്താണ് ഇതിനൊരു പോംവഴി? നമ്മൾ നിയന്ത്രണ വിധേയമാവുക എന്നുള്ളതാണ്. നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഓഫർ ചെയ്യാനുള്ളത് ഇസ്ലാമിൻ്റെ മൂല്യങ്ങളാണ്. ഇസ്ലാമിന് എല്ലാത്തിനും കാഴ്ചപ്പാടുകളുണ്ട്. ഒരു മനുഷ്യൻ്റെ രാവിലെ എഴുന്നേറ്റ് മുതൽ ഉറങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ജനിച്ചത് മുതൽ മരണം വരെ അവൻ എന്തു ചെയ്യണമെന്ന് ഇസ്ലാമിന് കാഴ്ചപ്പാടുകളുണ്ട്. മനുഷ്യനോ സമൂഹത്തിനോ ഗുണമല്ലാത്ത ഒന്നും നമ്മൾ ചെയ്തു പോകരുത് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ
ഇന്ന് ലിബറലിസത്തിൻ്റെ പേര് പറഞ്ഞ് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന നാസ്തികതയോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഇസ്ലാം പഠിപ്പിക്കുന്നു നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, ഇസ്ലാം പഠിപ്പിക്കുന്നു നിങ്ങൾ പ്രതീക്ഷയറ്റു പോകരുത്, കാരണം അള്ളാഹു കാരുണ്യവാനാണ്, നാളെ എന്ന് ഒന്നുണ്ടെന്നും നമ്മൾ ഒരിക്കലും ആത്മഹത്യയിലേക്ക് കടന്നു പോകരുതെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ലോകത്തെ ആദ്യത്തെ ഡെത്ത് ക്യാപ്സ്യൂൾ വന്നത് നെതർലാൻഡ്സിലാണ്. ഇസ്ലാം ഇതിനെതിരെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും. അതുകൊണ്ട് ലിബറലിസം നമ്മെ കാർന്നു തിന്നുന്ന ഒരു ജീവിയാണ്, അതിൻ്റെ ബ്ലാക്ക് ഹോളിലേക്ക് നമ്മൾ അറിയാതെ പോലും പെട്ടുപോകരുതുമെന്നും അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.